വെൽക്കം ടു Veranda യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ജീനു. ഞാനാണ് നിങ്ങൾക്കിപ്പോൾ ബാങ്കിങ് അവയർനെസ്സിൻ്റെ പാർട്ട് എടുക്കുന്നത്. നമ്മളിന്ന് പാർട്ട് 11 ആണ് നോക്കുന്നത്. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ 2 പാർട്ട് നോക്കി. ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ നമ്മുടെ സെഷനിലോട്ട് പോകുന്നതിന് മുൻപ് ഇതാണ് നമ്മുടെ Veranda റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ്. ബേസിക് ക്ലാസ്, ബേസിക് സർക്കിൾ, എക്സ്ട്രീം സർക്കിൾ, സൂപ്പർ ബാച്ച്, റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം റിപ്പ് ആൻഡ് മോക്ക് ഇൻ്റർവ്യൂ. ഇത്രയാണ് നമ്മുടെ Veranda റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇന്ന് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് ഇഫക്റ്റ് ഫ്രം 1st July 2012 for calculation of lending rates, the Reserve Bank of India has advised banks to switch over to the MSF rate system ആണോ, റിവേഴ്സ് റിപ്പോ റേറ്റ് സിസ്റ്റം, ബാങ്ക് റേറ്റ് സിസ്റ്റം, റിപ്പോ റേറ്റ് സിസ്റ്റം ആൻഡ് ബേസ് റേറ്റ് സിസ്റ്റം. ഓക്കെ, ഇതിൽ MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആണ്. അതെന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ, ബാങ്ക് റേറ്റ് ആണോ ബേസ് റേറ്റ് ആണോ, ഇതെല്ലാം നമ്മൾ എന്താണെന്ന് മുൻപത്തെ പാർട്ടുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എ ആണ്, MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ഓക്കെ, വിത്ത് ഇഫക്റ്റ് ഫ്രം 1st July 2012 തൊട്ടാണ് എന്താ കാൽക്കുലേഷൻ ഓഫ് ലെൻഡിങ് റേറ്റ്സ് ആൻഡ് ദ റിസർവ് ബാങ്ക് for calculation of lending rates, the Reserve Bank of India advised banks to switch over to the MSF rate system. Okay, അപ്പോൾ MSFലോട്ട് മാറാനായിട്ട് RBI എപ്പോഴാണ് പറഞ്ഞതെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് 1st July 2012 ആണ്. അടുത്തത് ആൻസർ എ ആണ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് സിസ്റ്റം. ഓക്കെ, അടുത്ത നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. റിപ്പോ റേറ്റ് എന്താണെന്നാണ്. വാട്ട് ഈസ് റിപ്പോ റേറ്റ്? ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് RBI സെൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ടു ദ ബാങ്ക്. ഇറ്റ് ഈസ് എ റേറ്റ് of which RBI buys government securities from banks. It is a rate at which RBI allows small loans in the market. It is a rate which is offered by banks to their most valued customers or prime customers. പിന്നെ none of these. ഇതിലേതാണെന്ന് നോക്കാം. നമ്മൾ റിപ്പോ റേറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. റിപ്പോ റേറ്റ് നമ്മൾ ബാങ്ക്സ് RBIയിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ്. അതായത് എക്കോണമിയിലോട്ട് ഇൻജെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലിക്വിഡിറ്റി ഇൻജെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പോ റേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ബി ആണ്. ഇറ്റ് ഈസ് എ റേറ്റ് വിച്ച് RBI ബൈസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫ്രം ദ ബാങ്ക്സ്. അതായത് RBI ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങിയിട്ട് ക്യാഷ് ബാങ്കിന് ലെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഡെഫിനിഷൻ അല്ല, ഇനിയും റിപ്പോ റേറ്റിൻ്റെ വേറെ ഡെഫിനിഷൻസ് ആയിട്ട് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് വിച്ച് RBI ബൈസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫ്രം ബാങ്ക്സ്. അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബാങ്കിൽ നിന്ന് വാങ്ങി ബാങ്കിന് ലോൺ എമൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്. അടുത്ത നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. CRR എന്താണെന്ന് നമ്മൾ നോക്കി. ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആർ ടേംസ് മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് ഓർ മാർക്കറ്റ്സ്. CRRും SLRും ഏത് ഇൻഡസ്ട്രിയെ റിലേറ്റ് ചെയ്താണെന്ന് നമുക്കറിയാം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ്, ബാങ്കിങ് ഇൻഡസ്ട്രി, കൊമ്മോഡിറ്റീസ് മാർക്കറ്റ്, മണി മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി. CRRും SLRും ബാങ്കിങ് ആണെന്ന് നമുക്കറിയാം. ആൻസർ ബി തന്നെയാണ്, ബാങ്കിങ് ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ CRRും SLRും റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബാങ്കിങ് ഇൻഡസ്ട്രി ആണ്. നമ്മുടെ ആൻസർ ബി ആണ്. അടുത്തത് വീണ്ടും വാട്ട് ഈസ് ദ റിപ്പോ റേറ്റ്. വീണ്ടും റിപ്പോ റേറ്റിൻ്റെ വേറൊരു ഡെഫിനിഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI സെൽസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ടു ദ ബാങ്ക്സ് ആണോ, ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI അലൗസ് സ്മോൾ ലോൺസ് ഇൻ ദ മാർക്കറ്റ്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ഓപ്ഷനിൽ കണ്ടിട്ടുണ്ട്, അത് രണ്ടും അല്ല. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് ബോറോ മണി ഫ്രം ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്തായിരുന്നു, RBI ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബാങ്കിൽ നിന്ന് വാങ്ങുന്നതാണ്. അപ്പോൾ ദ റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് ബോറോ മണി ഫ്രം ദ RBI. നേരത്തെ ഓപ്ഷൻ RBI എന്തായിരുന്നു, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ ചെയ്യുന്നു എന്നായിരുന്നു. ബൈ ചെയ്യുന്ന സമയത്ത് തന്നെ ബാങ്ക് RBIയിൽ നിന്ന് മണി ബോറോ ചെയ്യുകയും കൂടെയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ ആൻസർ സി ആണ്. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് ബോറോ മണി ഫ്രം ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ.
ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെൻ്റ് ഈസ് യൂസ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു കൺട്രോൾ മാർക്കറ്റ് ലിക്വിഡിറ്റി? മാർക്കറ്റ് ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ്. റിപ്പോ റേറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, മാർജിനൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഓൺലി എ ആൻഡ് ഡി. എ ആൻഡ് ഡി എന്ന് പറയുമ്പോൾ റിപ്പോയും റിവേഴ്സ് റിപ്പോയും ആണോ എന്നുള്ളതാണ്. ഇതെല്ലാം മാർജിനൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയിൽ വരുന്നതാണ്, അതുകൊണ്ട് ആൻസർ സി ആണ്. ഓക്കെ, മാർജിനൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. ഓക്കെ, അപ്പോൾ മാർജിനൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി ആണ് ദ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ RBI ടു കൺട്രോൾ മാർക്കറ്റ് ലിക്വിഡിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ RBI മെഷേർഡ് ടു ലിക്വിഡേറ്റ് ദ മാർക്കറ്റ്? അതായത് മാർക്കറ്റിൽ മണി കൊണ്ടുവരാനായിട്ട് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ RBI മെഷേർഡ് ടു ലിക്വിഡേറ്റ് ദ മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ബൈ റിവേഴ്സ് റിപ്പോ ആണോ, റിപ്പോ റേറ്റ് ആണോ, ക്യാഷ് റിസർവ് റേഷ്യോ ആണോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണോ എന്ന് നോക്കാം. ആൻസർ ബി ആണ്, അതായത് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് ടു ബാങ്ക്സ്, അതായത് ബാങ്കുകൾ RBIയിൽ നിന്ന് മണി ലെൻഡ് ചെയ്യുന്നതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ RBI ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. ഓക്കെ, അപ്പോൾ RBI മെഷർ ടു ലിക്വിഡേറ്റ് ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മെഷർ ടു ലിക്വിഡേറ്റ് ദ മാർക്കറ്റ് ബൈ റിപ്പോ റേറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത നോക്കാം, 7th ക്വസ്റ്റ്യൻ. ഇൻട്രസ്റ്റ് ബിലോ വിച്ച് എ ബാങ്ക് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു ലെൻഡ് ടു കസ്റ്റമേഴ്സ് ഈസ് നോൺ ആസ്? എന്താണ്? നമ്മൾ ബേസ് റേറ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ബിലോ വിച്ച് എ ബാങ്ക് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു ലെൻഡ് ടു കസ്റ്റമേഴ്സ് ഈസ് നോൺ ആസ്? ഓപ്ഷൻ ബി, ബേസ് റേറ്റ്. ഓക്കെ, ബേസ് റേറ്റ് ആണ്. ദ ഇൻട്രസ്റ്റ് ബിലോ വിച്ച് എ ബാങ്ക് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു ലെൻഡ് ടു കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ബേസ് റേറ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. അടുത്ത 8th ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് ഇഫക്റ്റ് ഫ്രം 1st July 2012 for calculation of lending rate, the Reserve Bank of India has advised banks to switch over to the marginal standing facility rate system എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കി. അപ്പോൾ ഓപ്ഷൻ എ ആണ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. ഓക്കെ, അടുത്തത് വീണ്ടും ബേസ് റേറ്റിനെ കുറിച്ചാണ് നമ്മുടെ 9th ക്വസ്റ്റ്യൻ. ബേസ് റേറ്റ് ഈസ് ദ റേറ്റ് ബിലോ വിച്ച് നോ ബാങ്ക് ക്യാൻ അലോ ദെയർ ലെൻഡിങ് ടു എനിവൺ. ഹൂ സെറ്റ്സ് അപ്പ് ദിസ് ബേസ് റേറ്റ് ഫോർ ബാങ്ക്സ്? ആരാണ് ഈ ബേസ് റേറ്റ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഉറപ്പായിട്ടും RBI തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇൻഡിവിജ്വൽ ബാങ്ക്സിൻ്റെ ബോർഡല്ല, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് അല്ല, മിനിസ്ട്രി ഓഫ് ഫിനാൻസും അല്ല, RBI തന്നെയാണ് ബേസ് റേറ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് റിവേഴ്സ് റിപ്പോ ഈസ് എ ടൂൾ യൂസ്ഡ് ബൈ RBI ടു. എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? അതായത് റിപ്പോ റേറ്റ് ഉപയോഗിച്ച് നമ്മൾ ലിക്വിഡിറ്റി നമ്മൾ എക്കോണമിയിലോട്ട് ഇൻജെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ റിവേഴ്സ് റിപ്പോ ഉപയോഗിച്ച് നമ്മൾ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അബ്സോർബ് ലിക്വിഡിറ്റി ആണ്. റിവേഴ്സ് റിപ്പോ ഈസ് എ ടൂൾ യൂസ്ഡ് ബൈ RBI ടു അബ്സോർബ് ലിക്വിഡിറ്റി. അബ്സോർബ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്ക്സിൽ നിന്ന്, അതായത് എക്സ്ട്രാ ക്യാഷ് ഉള്ളത് ബാങ്ക്സിലാണല്ലോ, ബാങ്ക്സിൽ എക്സ്ട്രാ ക്യാഷ് ഉണ്ടാകുമ്പോഴാണ് എക്കോണമിയിൽ കൂടുതൽ ക്യാഷ് ഉണ്ടാകുന്നത്. ആ ടൈമിൽ എക്കോണമിയിൽ നിന്ന് ക്യാഷ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ബാങ്ക്സിൽ നിന്ന് ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത്, എക്സസ് മണി. അപ്പോൾ ബാങ്ക്സിന് തിരിച്ചു കൊടുക്കുന്ന റേറ്റാണ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്സോർബ് ലിക്വിഡിറ്റി ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇൻജെക്ട് ലിക്വിഡിറ്റി ആണ് നമ്മുടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 11th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ? അതായത് SLRനെ കുറിച്ചുള്ളതിൽ കറക്റ്റായിട്ട് പറയുന്നത് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇറ്റ് റെസ്ട്രിക്ട്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലിവറേജ് ഇൻ പമ്പിംഗ് മോർ മണി ഇൻ ടു ദ എക്കോണമി. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഓൺലി ഇൻ ഫോം ഓഫ് ക്യാഷ്. അതെല്ലാം നമുക്കറിയാം, കാരണം അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ലിക്വിഡിറ്റി ആയിട്ടാണ്. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്ത് ഫോമിൽ വേണമെങ്കിലും ആവാം, ഗോൾഡ് ആവാം, ക്യാഷ് ആവാം,
ഗവൺമെൻറ് സെക്യൂരിറ്റീസും ആവാം. അതുകൊണ്ട് ഓൺലി ഇൻ ഫോം ഓഫ് ക്യാഷ് അല്ല. അടുത്തത് ഇറ്റ് റെസ്ട്രിക്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലെവറേജ് ഇൻ പമ്പിങ് മോർ മണി ഇൻ ടു ദ എക്കോണമി. എക്കോണമിയിലോട്ട് മോർ മണി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് ഒരുപാട് എമൗണ്ട് ഫുള്ളായിട്ട് ലെൻഡ് ചെയ്യാതെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാങ്കിൽ കുറച്ച് ക്യാഷ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നുള്ള രീതിയിൽ ഒരു റേറ്റ് വെച്ചിട്ട് ഇത്ര ലിക്വിഡിറ്റി ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ ആണെങ്കിൽ RBIയിലാണ് സൂക്ഷിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ബാങ്ക്സിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ it controls liquidity in banking system. It does not ensure the solvency of commercial banks. അപ്പോൾ നമ്മുടെ ആൻസർ it controls liquidity in the banking system ആണ് നമ്മുടെ ആൻസർ സി ആണ്. ഓക്കെ, it restricts commercial banks leverage ആണ്. അപ്പോൾ ഓക്കെ, റെസ്ട്രിക്റ്റ് ആകുമ്പോൾ ആൻസർ എ ആയിരിക്കും, സി അല്ല. controls liquidity, restrict commercial banks to leverage more money ആകുമ്പം സെയിം ആൻസർ ആണ്. അപ്പോൾ restrict commercial banks leverage in pumping more money into the economy ആണ്. restrict എന്നുള്ള വാക്ക് വന്നതുകൊണ്ട് എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ ഒരുപാട് മണി എക്കോണമിയിലോട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. Okay, അടുത്ത 12th question. In which form is a cash reserve ratio to be maintained in the Reserve Bank of India? അതിൽ മിനിമം ക്യാഷ് റിസർവ് ആണോ, ഗോൾഡ് ആണോ, അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആണോ എന്താണെന്ന് നോക്കാം. ആൻസർ എ ആണ്, മിനിമം ക്യാഷ് റിസർവ്സ്. അതായത് ക്യാഷിൻ്റെ ഫോമിലാണ് ക്യാഷ് റിസർവ് റേഷ്യോ നമ്മൾ RBIയിൽ സൂക്ഷിക്കുന്നത്. ഓക്കെ, അടുത്ത 13th question. Cash reserve ratio is a specified minimum fraction of total deposits of customers which commercial banks have to hold as reserves either in cash or as deposits with the central bank. അപ്പോൾ CRR എങ്ങനെയാണ് സൂക്ഷിക്കാനുള്ളതെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ റിസർവ്സ് എയ്തർ ഇൻ ക്യാഷ് ഓർ ഡിപ്പോസിറ്റ് വിത്ത് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ആയിട്ടോ അല്ലാതെ ക്യാഷ് ആയിട്ടോ സൂക്ഷിക്കാം. CRR is set according to the guidelines of the central bank of a country. CRR the baki is cheaper for banks to borrow money is a tool which central bank uses for short term purposes, provides great control to the central bank over money supply, marks a shift from earlier method to calibrating various policy rates separately. ഇതിൽ ഏതാണ് ആൻസർ എന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ്. അതായത് നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ SLR പോലെ തന്നെ CRRും ഉപയോഗിക്കുന്നത് എന്തിനാ? പ്രൊവൈഡ്സ് ഗ്രേറ്റർ കൺട്രോൾ ടു ദ സെൻട്രൽ ബാങ്ക് ഓവർ മണി സപ്ലൈ. മണി സപ്ലൈയിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് SLRും CLRും യൂസ് ചെയ്യുന്നത്. SLR ബാങ്ക്സിൽ തന്നെ സൂക്ഷിക്കും, എന്നാൽ CRR RBIയിലായിരിക്കും സൂക്ഷിക്കുന്നത്. അതും ക്യാഷ് ആയിട്ടല്ലെങ്കിൽ ഡിപ്പോസിറ്റ്സ് വിത്ത് ദ സെൻട്രൽ ബാങ്ക്. ഓക്കെ, സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ക്യാഷ് റിസർവ് റേഷ്യോ? നമ്മുടെ 14th question. ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്നാണ്. ഡിപ്പോസിറ്റ്സ് ഓഫ് ബാങ്ക്സ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് ബോറോ funds from the RBI, deposits as cash which banks have to keep or maintain with the RBI. Deposit as cash. Okay, നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ ഇസ് ദ ഡിപ്പോസിറ്റ്സ് ആസ് ക്യാഷ് വിച്ച് ബാങ്ക്സ് ഹാവ് ടു കീപ്പ് ഓർ മെയിൻറ്റെയിൻ വിത്ത് ദ RBI. RBIയിൽ നമ്മൾ സൂക്ഷിക്കാനുള്ള ക്യാഷായിട്ട് സൂക്ഷിക്കാനുള്ള ഡിപ്പോസിറ്റിനെയോ ക്യാഷിനെയോ ആണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് എത്ര എമൗണ്ടിൽ സൂക്ഷിക്കണം എന്നുള്ള റേഷ്യോ, റേറ്റിനെയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ക്യാഷ് റിസർവ് റേഷ്യോ. ഓക്കെ, അത് സൂക്ഷിക്കേണ്ടതും RBIയിലാണ്. ഓക്കെ, അടുത്ത നമ്മുടെ 15th question. Reserves which can act as a liquidity buffer
ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഡ്യൂറിങ് ക്രൈസിസ് ടൈംസ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ, അതായത് ക്രൈസിസ് എന്തെങ്കിലും വരികയാണെങ്കിൽ, യൂഷ്വൽ രീതിയിൽ ബാങ്ക്സ് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അല്ല, പെട്ടെന്നൊരു ക്യാഷ് മാനേജ്മെൻറ്റ് ക്രൈസിസ് വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CRRഉം SLRഉം നമ്മൾ സൂക്ഷിക്കുന്നത്. അതായത് ക്യാഷ് റിസർവ് റേഷ്യോ RBIയിൽ ക്യാഷ് ആയിട്ടോ ഡിപ്പോസിറ്റ് ആയിട്ടോ, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ആയിട്ട് ബാങ്ക്സിലും ലിക്വിഡിറ്റി, അതായത് ഗോൾഡ് ആയിട്ടോ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓർ ക്യാഷ് ആയിട്ട് SLR സൂക്ഷിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? ലിക്വിഡിറ്റി ബഫർ, അതായത് ഒരു പെട്ടെന്നൊരു ക്രൈസിസ് വരികയാണെങ്കിൽ കുറച്ച് ലിക്വിഡിറ്റി വെച്ച് ആ ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ CRRഉം SLRഉം എന്നുള്ള സിസ്റ്റം വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത 16th ക്വസ്റ്റ്യൻ നോക്കാം. ലിക്വിഡിറ്റി ഈസ് ഇൻജെക്റ്റഡ് ബൈ ദ RBI ഇൻ ദ എക്കോണമി ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെക്കാനിസംസ്? ഓക്കെ, ലിക്വിഡിറ്റി ഇൻജെക്റ്റ് ചെയ്യുന്നത് ചേഞ്ച് ഇൻ ബാങ്ക് റേറ്റ് ആണോ, റിപ്പോ ആണോ, ഇൻക്രീസ് ഇൻ SLR ആണോ, ത്രൂ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി ആണോ, ഇൻക്രീസ് ഇൻ CRR ആണോ എന്ന് നോക്കാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി എന്ത് ചെയ്യുക, ബാങ്ക്സ് RBIയിൽ നിന്ന് മണി ബോറോ ചെയ്യുമ്പോൾ RBIക്ക് ബാങ്ക്സ് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. ഓക്കെ, അപ്പോൾ ആ റിപ്പോ എന്നുള്ള രീതി വെച്ചിട്ട് നമ്മൾ ബാങ്ക്സ് RBIയിൽ നിന്ന് ക്യാഷ് ബോറോ ചെയ്ത് എക്കോണമിയിലോട്ട് ഇൻജെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി ഈസ് ഇൻജെക്റ്റഡ് ബൈ RBI ഇൻ എക്കോണമി ത്രൂ റിപ്പോ റേറ്റ്. ഓക്കെ, അപ്പോൾ 16th ഓപ്ഷൻ ആൻസർ ബി ആണ്. അടുത്ത 17th ക്വസ്റ്റ്യൻ. ആൻ ഇൻക്രീസ് ഇൻ CRR ബൈ RBI ലീഡ്സ് ടു. അപ്പോൾ ഇൻക്രീസ് ഇൻ CRR ഇൻ RBI ലീഡ്സ് ടു എന്താണ്? ഡിക്രീസ് ഇൻ ഡിപ്പോസിറ്റ് ആണോ, ഇൻക്രീസ് ഇൻ ഡിപ്പോസിറ്റ് ആണോ, ഇൻക്രീസ് ഇൻ ലെൻഡബിൾ റിസോഴ്സസ് ആണോ, ഡിക്രീസ് ഇൻ ലെൻഡബിൾ റിസോഴ്സസ് ആണോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് CRR എന്താണെന്നറിയാമല്ലോ. CRR നമ്മൾ ലെൻഡ് ചെയ്യാൻ ഒരുപാട് മണി ബാങ്കിന് അനുവദിക്കാതെ കുറച്ച് മണി RBIയിൽ സൂക്ഷിക്കുന്നതാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ലെൻഡിങ് റിസോഴ്സ്, ലെൻഡബിൾ റിസോഴ്സ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, ഡിക്രീസ് ഇൻ ലെൻഡബിൾ റിസോഴ്സ്. അതായത് ഫുൾ മണിയും, ക്യാപിറ്റലായിട്ട് നമ്മുടെ ബാങ്കിലുള്ള ഫുൾ മണിയും ലെൻഡ് ചെയ്ത് എന്താ ഒരു ക്രൈസിസ് വന്നാൽ പെട്ടെന്ന് എടുത്ത് ചിലവാക്കാൻ ഒരു മണി ഇല്ലാത്ത രീതി ആക്കാതെ കുറച്ച് മണി മാറ്റി വയ്ക്കുന്നതാണ് CRRഉം SLRഉം. ഓക്കെ, അതിൽ CRR ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ 10% എന്നുള്ളത് 20% ആക്കുകയാണെങ്കിൽ ഇരട്ടി മണി എന്ത് പറ്റും, ലെൻഡ് ചെയ്യാൻ പറ്റാതെ മാറ്റി വെക്കേണ്ടി വരും. അപ്പം ലെൻഡബിൾ റിസോഴ്സ് ഡിക്രീസ് ആവും. അതുകൊണ്ടാണ് ഡിക്രീസ് ഇൻ ലെൻഡബിൾ റിസോഴ്സസ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത 18th ക്വസ്റ്റ്യൻ. CRR ഫണ്ട്സ് ആർ കെപ്റ്റ് ബൈ ദ ബാങ്ക്സ് ഇൻ. എവിടെയാണെന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞപ്പോഴെല്ലാം പറഞ്ഞു. എവിടെയായിരുന്നു? ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ബ്രാഞ്ചസ് ആണോ? അല്ല. ബാലൻസസ് വിത്ത് അതർ ബാങ്ക്സും അല്ല. ബാലൻസസ് ഇൻ എ സ്പെഷ്യൽ അക്കൗണ്ട് വിത്ത് RBI. RBIയിലെ ഒരു സ്പെഷ്യൽ അക്കൗണ്ടിലാണ് എന്ത് സൂക്ഷിക്കുന്നത്? CRR എന്നുള്ള ഫണ്ട് സൂക്ഷിക്കുന്നത്. അപ്പോൾ RBIയിലെ സ്പെഷ്യൽ അക്കൗണ്ടിലാണ് നമ്മൾ CRR സൂക്ഷിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത നോക്കാം. അപ്പോൾ ഇത്രയും ഇത് വെച്ചിട്ട് നമുക്ക് റിപ്പോ എന്താണ്, റിവേഴ്സ് റിപ്പോ എന്താണ്, SLR CRR എല്ലാം തറവായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ. SLR ഈസ് മെയിൻറ്റെയിൻഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടൈം ലയബിലിറ്റി ആണോ, ഡിമാൻഡ് ലയബിലിറ്റീസ് ആണോ, ഗ്രോസ് ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റി ആണോ, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ആണോ? നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ആയിട്ടാണ് SLR സൂക്ഷിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻ ഇ ആണ്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. SLR ഈസ് മെയിൻറ്റെയിൻഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്. ഓക്കെ, അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മിനിമം ലെൻഡിങ് റേറ്റ് വിച്ച് ദ ബാങ്ക്സ് ക്യാൻ ചാർജ് ദെയർ കസ്റ്റമേഴ്സ്? കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന മിനിമം ലെൻഡിങ് റേറ്റിന് എന്ത് പറയും എന്നുള്ളതാണ്. റിവേഴ്സ് റിപ്പോ ആണോ, ബാങ്ക് റേറ്റ്, ബേസ് റേറ്റ്, റിപ്പോ റേറ്റ്? നമ്മുടെ ആൻസർ ഡി ആണ്, ബേസ് റേറ്റ്. മിനിമം റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് ക്യാൻ ലെൻഡ് ടു കസ്റ്റമേഴ്സ് ആണ് ബേസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മിനിമം ലെൻഡിങ് റേറ്റ് വിച്ച് ദ ബാങ്ക്സ് ക്യാൻ ചാർജ് ദെയർ കസ്റ്റമേഴ്സ് ആണ്. അതായത് ലെൻഡ് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഈ പറയുന്ന ബേസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ
ഇതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 3 നോക്കി. ഇതോടുകൂടി റിപ്പോ, റിവേഴ്സ് റിപ്പോ, SLR, ക്യാഷ് റിസർവ് റേഷ്യോ എല്ലാം കറക്റ്റായിട്ട് എന്താണ് പോയിൻ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത സെഷനിൽ ഇനി നമ്മുടെ സർഫേസി ആക്റ്റൊക്കെ ആയിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.